പ്രിയ പ്രേക്ഷകരെ, സൂര്യ അഭിനയിച്ച കറുപ്പ് സിനിമ 325 കോടി രൂപ കളക്ട് ചെയ്ത് പുതുക്കുകയാണ്. അതിൽ തന്നെ 25-ാമത്തെ ദിവസമാണ് ഈ സിനിമ. തമിഴ്നാട്ടിൽ നിന്ന് 165 കോടി, കർണാടകയിൽ നിന്ന് 24 കോടി, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 37 കോടി, കേരളത്തിൽ നിന്ന് 14 കോടി, അങ്ങനെ ഇന്ത്യയിൽ നിന്നുള്ള 250 കോടി, ഔട്ട് ഓഫ് കൺട്രി ഇന്ത്യക്ക് പുറത്തുനിന്ന് 80 കോടി, അങ്ങനെ 325 കോടി കഴിഞ്ഞ് കറുപ്പ് സിനിമ പുതുക്കുകയാണ്. ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് പറയുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ കേരളത്തിലെ റിവ്യൂ ചെയ്ത അല്ലെങ്കിൽ തന്നെ പോപ്പുലറായിട്ട് നിൽക്കുന്ന റിവ്യൂ ചെയ്യുന്ന 10-ൽ 8 മുൻനിര റിവ്യൂ ബ്ലോഗേഴ്സ്, അതായത് ലക്ഷക്കണക്കിന് 2 ലക്ഷത്തിന് മുകളിൽ വ്യൂവേഴ്സ് റെഗുലറായിട്ടുള്ള യൂട്യൂബിൽ നിന്ന് നല്ല വരുമാനം നേടുന്ന ആൾക്കാരൊക്കെ തന്നെയും കറുപ്പ് സിനിമയെക്കുറിച്ച് മോശമായിട്ടാണ് പറഞ്ഞത്. ഇന്ന് പടം 25 ദിവസമാണ്. ഞാൻ കുടുംബവും സിനിമ കാണുന്നത് തന്നെ 20-ാം ദിവസത്തിലൊക്കെയാണ്. അത് കഴിഞ്ഞ സൺഡേ. അപ്പോൾ ഈ സിനിമയെ നെഗറ്റീവ് ബ്ലോഗ് ചെയ്തവർക്കൊക്കെ നിങ്ങളൊന്ന് പുനർചിന്തനം നോക്കി നോക്കൂ. സൂര്യ എന്ന് പറഞ്ഞ നടൻ അഭിനയിച്ച എന്നുള്ളത് മാത്രമല്ല, അതിൻ്റെ ഡയറക്ഷൻ, അതിൻ്റെ സ്ക്രിപ്റ്റ്, ഇന്ദ്രൻസ് എന്ന് പറയുന്ന നടൻ്റെ അഴിഞ്ഞാട്ടം, ഇന്ദ്രൻസിൻ്റെ മകളായിട്ട് അഭിനയിച്ച കുട്ടിയുടെ അഴിഞ്ഞാട്ടം, പിന്നെ കറുപ്പെന്ന് പറഞ്ഞ ഒരു തമിഴ്നാട്ടിൽ ഇപ്പോഴത്തെ ദൈവം പഴയ സേനാധിപൻ്റെ ചരിത്രം പുറത്തു കൊണ്ടുവന്ന് നല്ല വിഷ്വലൈസ് ചെയ്ത് മുന്നിലെത്തിച്ചപ്പോൾ പോലും അത് മനസ്സിലാക്കാൻ കഴിയാത്ത ബ്ലോഗ് ചെയ്യുന്ന മണ്ടന്മാരായ മലയാളിയിലെ കുറേ ആൾക്കാർ, അവർ ഇതിനെ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞിട്ട് പോലും കേരളത്തിൽ ഇന്ന് 14 കോടി രൂപ കളക്ട് ചെയ്തിരിക്കുന്നു. എത്ര മലയാള സിനിമകൾ ഇപ്പോൾ 14-15 കോടി ഇങ്ങനെ കളക്ട് ചെയ്യുന്നുണ്ട്? നെഗറ്റീവ് റിവ്യൂ പറഞ്ഞാണ്. നല്ല പടങ്ങൾ പോലും നിങ്ങളെപ്പോലെ പലരും പൈസ കിട്ടാത്തതിൻ്റെ പേരിലോ പലതിൻ്റെ പേരിൽ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് നശിപ്പിച്ചിട്ടുണ്ട്. മലയാളത്തിലെ പല ബ്ലോഗേഴ്സും നെഗറ്റീവ് റിവ്യൂ പറയുന്നതിൻ്റെ പിന്നിൽ പണം കൊടുക്കാത്തതിൻ്റെ ദേഷ്യമുണ്ടെന്ന് തോന്നുന്നു. എല്ലാവരെയും ഞാൻ പറയണില്ല, കുറേ പേർക്ക് ഉണ്ട്, അത് കൂടിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയണം, നിങ്ങൾ ജീവിക്കാൻ സമ്പാദിക്കേണ്ട അതൊന്നും പറയുന്നില്ല. പക്ഷെ നിങ്ങൾക്ക് 1-2 ലക്ഷം രൂപ തരാത്തതിൻ്റെ പേരിൽ നിങ്ങളൊരു നെഗറ്റീവ് റിവ്യൂ പറഞ്ഞ് പല ചിത്രങ്ങളെ തള്ളുമ്പോൾ പലരുടെയും കോടികളും ജീവിതവുമാണ് വെള്ളത്തിലാകുന്നത്. അത്തരം പരിപാടികൾ നിർത്തണമെന്നാണ് കറുപ്പ് സിനിമയെക്കുറിച്ച് റിവ്യൂ പറഞ്ഞ ആൾക്കാർക്ക് എനിക്ക് പറയാനുള്ളത്. കാരണം കറുപ്പ് സിനിമ സാധാരണ അത്യാവശ്യം നല്ല ചിത്രങ്ങളൊക്കെ നേരത്തെ കാണുകയാണ്. എൻ്റെ നാട്ടിലെ നല്ല തിയേറ്ററിലൊന്നും ഈ പടം റിലീസായിട്ടില്ല. പിന്നെ ഇച്ചിരി മാറിയിട്ടുള്ള തിയേറ്ററിലൊക്കെയാണ് റിലീസായത്. അവിടെ പോയി ഞങ്ങൾ കുടുംബമായിട്ട് കുറച്ച് താമസിച്ചാലും സിനിമ കണ്ടു. അതിൻ്റെ റിവ്യൂവും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രേക്ഷകരുടെ അടുത്ത് പറയണത്, നിങ്ങൾ റിവ്യൂ കണ്ട്, അതായത് കേരളത്തിലെ ഏമാന്മാൻ പറയുന്ന റിവ്യൂ കണ്ടൊന്നും സിനിമയ്ക്ക് പോകാതിരിക്കേണ്ട. പല ചിത്രങ്ങളും ഇവര് അടച്ചാക്ഷേപിച്ചിട്ടുണ്ട്. ഇനി അതിലൊന്നും വേണ്ട. മോളിവുഡ് ടൈംസ് എന്ന് പറഞ്ഞ ഇപ്പോഴത്തെ സിനിമ ഞാൻ കണ്ടില്ല, കാണണമെന്ന് ആഗ്രഹമുണ്ട്. നസ്ലിൻ അഭിനയിച്ച സിനിമയെ തുടക്കം മുതൽ അടച്ചാക്ഷേപിച്ചിരിക്കുകയാണ്. ഇന്ന് വേൾഡ് വൈഡിൽ ആ പടം 14 കോടി ക്രോസ് ചെയ്തിട്ടുണ്ട്. ഒരു പുതിയ പയ്യൻ എന്തുമാത്രം ക്യാരക്ടറിൽ കൂടി കടന്നു വരികയും ചോക്ലേറ്റ് ക്യാരക്ടറിൽ കൂടി വന്നിട്ട് അവൻ വ്യത്യസ്തമായിട്ടൊരു പടം ചെയ്തപ്പോൾ അതിനെ അടച്ചാക്ഷേപിക്കുന്നതാണ് എനിക്ക് മനസ്സിലാവാത്തത്. ആ പടം 13-14 കോടി രൂപ കളക്ട് ചെയ്തെങ്കിൽ ചുമ്മായാണോ, വെറുതെയാണോ? നമ്മുടെ കളക്ഷനിലും അത് നന്നായിട്ട് മുന്നേറുന്നുണ്ട് ഇപ്പോഴും ഈ ദിവസം. സാധാരണ രീതിയിൽ ഇത്രയും മോശം ബ്ലോഗ് ചെയ്ത് അത് തിയേറ്റർ വിടേണ്ടതാണ്. നമ്മുടെ പിള്ളേർ, യങ് പിള്ളേർ നല്ല റിസ്ക് എടുത്ത് പല കാര്യങ്ങളും വെറൈറ്റി ആയിട്ട് ചെയ്യുമ്പോൾ ഇവിടെയുള്ള ബ്ലോഗേഴ്സിന് എന്തിൻ്റെ എല്ലിത്തെരിപ്പാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തിൻ്റെ എല്ലിത്തെരിപ്പാണ്? നിങ്ങൾക്ക് കാശ് കിട്ടാത്തതിൻ്റെ എല്ലിത്തെരിപ്പാണെങ്കിൽ മലയാള ഇൻഡസ്ട്രിയിലോട്ട് ഒരുപാട് നിങ്ങൾക്ക് അറിഞ്ഞോട്ട് ആരും കളിക്കണ്ട. നിങ്ങൾക്കുള്ള വ്യൂവേഴ്സിനെ വെച്ചുകൊണ്ട് അവിടെ ഇരുന്നാൽ മതി എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നിങ്ങൾ സത്യസന്ധമായിട്ടും സുതാര്യമായിട്ടും പണിയെടുത്ത് ജീവിക്കുകയും ചെയ്യണ ഇതൊക്കെയാണ്. അല്ല നിങ്ങൾ കള്ളം പറഞ്ഞ് ഏതെങ്കിലും സിനിമയെ തേജോവധം ചെയ്യാൻ കത്തി പൈസ വാങ്ങിച്ചിട്ട് റിവ്യൂ പറയണമെങ്കിൽ ആ പരിപാടി വെച്ചുകൊണ്ട് അവിടെ ഇരുന്നാൽ അത് എക്കാലം നിൽക്കില്ല, നാളെയല്ല ദോഷമായിട്ട് മാറും. കാരണം അങ്ങനെ ഒരു ചിത്രത്തെ
ഞാൻ എക്സാമ്പിൾ പറഞ്ഞാണ്, തള്ളിപ്പറയുക. ആ ചിത്രം ഇപ്പോഴും മെല്ലെ മെല്ലെ കുതിച്ച് മുകളിലോട്ട് കയറുന്നുണ്ട്. സാധാരണ തിയേറ്ററിലൂടെയാണ് സമയമായി. ഒരു പുതിയ പയ്യൻ വ്യത്യസ്തമായ കഥാപാത്രം എടുത്താൽ അതിൽ ചിലപ്പോൾ അല്പം ഇഴച്ചിട്ടുണ്ടായി നിങ്ങൾക്ക് എന്തിൻ്റെ എല്ലുകടിയാണ്? ഞാൻ സിനിമ കണ്ടിട്ട് എൻ്റെ അഭിപ്രായം പിന്നീട് പറയാം. അങ്ങനെ നമ്മൾ ഒരു പിള്ളേരെയും താഴ്ത്തി കാണിക്കണ്ട. അവരെടുക്കുന്ന റിസ്ക് ആണ് മനസ്സിലാക്കേണ്ടത്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റിസ്ക് എടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? റിസ്ക് എടുത്ത് പുതിയ വെറൈറ്റി കൊണ്ടുവരാൻ ശ്രമിക്കുന്ന നടന്മാരെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും പത്മരാജന്റെ ചിത്രങ്ങൾ പോലെ, അരവിന്ദന്റെ ചിത്രങ്ങൾ പോലെ, ഭരതന്റെ ചിത്രങ്ങൾ പോലെ നാളെ കണക്ക് ചോദിക്കും. അതിൽ പത്മരാജന്റെ പല ചിത്രങ്ങളും മോഹൻലാലിനെ വെച്ചിട്ടുള്ള സിനിമകളൊക്കെ അന്ന് അടാർ പരാജയമാണ്, ഇന്ന് കൊണ്ടാടയാണ്. അന്ന് നിങ്ങൾ ഈ പറഞ്ഞ ബ്ലോക്ക് തറയിലാവും. അത് ഞാൻ ഓർമ്മിച്ചെന്നുള്ളൂ. അപ്പോൾ അതുപോലെയാണ് കറുപ്പ് സിനിമയുടെ സ്ഥിതി. കറുപ്പ് സിനിമ എന്ന് പറയുന്നത് തമിഴ്നാടിൻ്റെ കൾച്ചറിൻ്റെ ഒരു വേരോട്ടമാണ്. അങ്ങനെ നമ്മൾ സിനിമ കാണുമ്പോൾ ആ നാടിൻ്റെ കൾച്ചറിനെ കുറിച്ച് പഠിക്കണം. ഇപ്പോൾ കറുപ്പ് സിനിമ കണ്ടാൽ ആദ്യം തമിഴ്നാട് കൾച്ചർ പഠിക്കണം. തമിഴ്നാട് കൾച്ചറിൽ കറുപ്പ് ആരാണെന്ന് അറിയണം. അദ്ദേഹം എന്ത് ചെയ്തെന്നറിയണം. അതുമായിട്ട് പറ്റ സ്പന്ദനം അറിയണം. അതിനൊരു സിനിമയായിട്ടല്ല കാണേണ്ടത്. ചില ചരിത്രങ്ങൾ പറയുമ്പോൾ ആദ്യം ചരിത്രം പോയി പഠിക്കണം. മലയാളത്തിലെ യുവതലമുറയിലെ ബ്ലോഗ് ചെയ്യണ പലരും മരക്കിഴങ്ങന്മാരാവണതെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ് ഇങ്ങനെ ആയി മാറുന്നത്. ഒരു സിനിമ ഇപ്പം എന്തെങ്കിലും കണ്ടിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലാവണില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ വിവരമില്ലായ്മയാണ്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇനിയും പറയും. ആരായാലും ഏത് ഭാഷയിലായാലും ഒരു സിനിമയെ പോയി കാണുന്നതിന് മുൻപിട്ട് ആ സിനിമയുടെ ഹിസ്റ്ററി പഠിക്കണം. ആ സിനിമ എന്താണ് പ്രധാനം ചെയ്യുന്നത്. വെറും എൻ്റർടൈൻമെൻ്റ് ആണ് പറയണമെങ്കിൽ നിങ്ങൾ അങ്ങനെ കണ്ടാൽ മതി. അപ്പോഴും നിങ്ങൾ ചീത്ത പറയും. പകരം ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെ കൾച്ചറുണ്ട്. ലോകത്തിന് പല രാജ്യങ്ങൾക്കും പല കൾച്ചറാണ്. പല രാജ്യങ്ങളും വലുതാവും തോറും അതിൻ്റെ കൾച്ചറിൽ പല സ്ഥലത്തും വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ ചെയ്തപ്പെടുന്ന ചിത്രങ്ങളിൽ ഒന്നായിരുന്നു കറുപ്പ്. ആ സിനിമയുടെ ചരിത്രം പഠിക്കാതെ, തമിഴ്നാട് കൾച്ചർ പഠിക്കാതെ, ഒന്നും പഠിക്കാതെ നിങ്ങൾ ഈ തള്ളിവിട്ട എല്ലാ ബ്രഹ്മാണ്ഡാസ്ത്രങ്ങളും പൊലിഞ്ഞു വീയില്ലേ? അതിൻ്റെ തെളിവല്ലേ 325 കോടി ഇന്ന് കഴിഞ്ഞ് ഇനിയും കളിക്കില്ല. എൻ്റെ കണക്കൂട്ടിൽ ഇനി 100 കോടി കളക്ട് ചെയ്തുകൊണ്ട് ഈ സിനിമ പോകുള്ളൂ. അതിൻ്റെ സാധ്യതയൊക്കെ വേറെ ലെവലിൽ പോകും. അതാണ് ഞാൻ പ്രേക്ഷകർക്ക് ഓർമ്മിക്കുന്നത്. എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ പുതിയ തലമുറയിലെ കുട്ടികളധികം പേരും ബ്രില്യൻ്റ് എന്നാണ് എൻ്റെ കണക്കൂട്ടൽ. പാരൻസിനെയും നാട്ടുകാരെയും പേടിച്ചിട്ടാണ് അവർ ഒതുങ്ങി കഴിയുന്നത്. ആ ഇൻസൈഡിൽ അവരൊക്കെ ഒരുപാട് പോസിറ്റീവ് ചിന്തയോടെ നയിക്കുന്നവരാണെന്നാണ് എൻ്റെ കാഴ്ചപ്പാട്. തെറ്റാണെങ്കിൽ നിങ്ങൾ ശ്രമിക്കും. അപ്പം നിങ്ങളെല്ലാവരും തന്നെയും എപ്പോഴും ഞാൻ പുതിയ പ്രേക്ഷകരുടെ അടുത്തും പുതിയ യുവതലമുറയുടെ അടുത്തും വേണം, നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും ദീർഘവീക്ഷണത്തോടെ കാണും, സ്റ്റഡി ചെയ്യും. നിങ്ങൾ സമ്പന്നരായോ അല്ലേ എന്നുള്ളതല്ലോ കാര്യം. ഈ സമ്പത്തിൻ്റെ പുറത്ത് മാത്രം ആരെയും പ്രെഡിക്റ്റ് ചെയ്യാതിരിക്കൂ. നിങ്ങൾ എന്ത് കാണണമെങ്കിലും എന്ത് ചെയ്യുന്നുവെങ്കിലും നിങ്ങൾ നന്നായിട്ട് സ്റ്റഡി ചെയ്യുക. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്ന്, പഴയ കാലം എന്ത്, പുതിയ കാലം എന്ത്, ഇനി മുന്നോട്ട് എങ്ങനെ അതിനെ അപ്ഗ്രേഡ് ചെയ്യാം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങളൊരു ബ്രില്യൻ്റ് ആളാവുന്നത്. അപ്പോൾ അത്തരം രീതിയിൽ പുതിയ തലമുറ എടുത്ത് ചിന്തിക്കുമെന്ന് പറഞ്ഞിട്ട് കറുപ്പ് സിനിമ ഡീഗ്രേഡ് ചെയ്ത, ഡീകോഡ് ചെയ്ത എല്ലാവരും വിഡ്ഢികളായെന്ന് തെളിയിച്ചുകൊണ്ട് സൂര്യയും അതിൻ്റെ ഡയറക്ടറും അതിൻ്റെ അഭിനേതാക്കളും നമ്മുടെ ഇന്ദ്രൻസ് ചേട്ടൻ എന്ന് പറയാം, നിങ്ങൾക്ക് ഇന്ദ്രൻസ് അങ്കിള് ഒക്കെ കൂടെ കുതിച്ചു പാഞ്ഞ് മുന്നേറുകയാണ്. അതിൽ തന്നെ ഇന്ദ്രൻസ് എന്ന് പറയുന്ന നടൻ്റെ നടന വിസ്മയം കണ്ട ചിത്രമാണ് കറുപ്പ്. അങ്ങനെ മുന്നേറുന്ന ചിത്രം പ്രേക്ഷകരെല്ലാവരും തിയേറ്ററിൽ പോയി കാണൂ. 325 കോടി കഴിഞ്ഞു. ഒരു ബ്ലോഗേഴ്സും പറഞ്ഞ ഒരു പൊട്ടത്തരവും കണക്കാക്കാതിരിക്കും. സൈനിങ് ഓഫ്, ദ ബോക്സ് ഓഫ്.